ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മഹേശ. ദേഹി ദേഹങ്ങളിൽ ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. ദേഹി ദേഹങ്ങളിൽ ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. ത്രിയേക ദൈവത്തിന് സ്തുതി. ജീവവചനത്തിലേക്ക് സ്വാഗതം. വിലാപങ്ങൾ 3:40-41 നാം ഇപ്രകാരം വായിക്കുന്നു: നമുക്ക് നമ്മുടെ വഴികളെ തെരഞ്ഞു പരിശോധിച്ച് കർത്താവിങ്കിലേക്ക് തിരിയാം. സ്വർഗത്തിലെ ദൈവത്തിലേക്ക് നമ്മുടെ കൈകളും ഹൃദയങ്ങളും ഉയർത്താം. വിശുദ്ധ മർക്കോസ് അബ്രോൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാസുവിശേഷം അനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന രേഖപ്പെടുത്തപ്പെട്ട ആദ്യ വചനം ഇങ്ങനെയാണ്: കർത്താവ് ഇപ്രകാരം പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപമായി, നിങ്ങൾ അനുതപിപ്പിൻ, സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു എന്ന് അവിടെ നാം വായിക്കുന്നു. യോഹന്നാൻ മാംദോനോയുടെ പ്രസംഗത്തിലെ ആദ്യവചനമായി വിശുദ്ധ മത്തോയി ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നതും സമാനമായിട്ടുള്ള ആശയം തന്നെയാണ്. അവിടെ 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന്. അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, ഇതായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ ആ വലിയ സന്ദേശം. ഇതുതന്നെയാണ് യോഹന്നാൻ മാംദോനോയും നൽകിയ സന്ദേശം. നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മുടെ വഴികളെ സൂക്ഷ്മമായി പരിശോധിക്കാനുള്ള ഒരു അവസരമാണ്. ഒരുപക്ഷെ മനുഷ്യന്റെ അടിസ്ഥാന തിന്മകൾ അഹങ്കാരവും സ്വാർത്ഥതയുമാകാം. അഹങ്കാരം ദൈവത്തെ നിഷേധിക്കാനും സ്വാർത്ഥത സഹോദരനെ ചൂഷണം ചെയ്യുവാനും അവനെ പ്രേരിപ്പിക്കുന്നു. പശ്ചാത്താപം എന്നാൽ ഒന്നാമതായി ദൈവത്തെ അംഗീകരിച്ച് മഹത്വപ്പെടുത്തി അവിടത്തേക്ക് നന്ദി പ്രകാശിക്കുകയാണ്. റോമർ 1:21 നാം ഇപ്രകാരം വായിക്കുന്നു: അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിക്കുകയോ ചെയ്തില്ല. നന്ദി പ്രകാശിക്കണമെങ്കിൽ തൻ്റെ ആയുസ്സും ശക്തിയും കഴിവും സമ്പത്തും ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണെന്ന തിരിച്ചറിവുണ്ടാകണം. 1 കൊരിന്ത്യർ 4:7 നാം ഇപ്രകാരം വായിക്കുന്നു: ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? ദൈവത്തെ അംഗീകരിക്കുകയും അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നവന് അഹങ്കാരത്തിന്റെ സ്ഥാനത്ത് എളിമയുണ്ടാകും. എളിമയെ സൂചിപ്പിക്കുന്ന ഹ്യൂമിലിറ്റി എന്ന ഇംഗ്ലീഷ് പദം ഹ്യൂമോസ് എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് വരുന്നത്. ഈ മൂലപദത്തിന്റെ അർത്ഥം മണ്ണ്, പൊടി, ചാരം എന്നൊക്കെയത്രേ. എളിമ ഉണ്ടാകണമെങ്കിൽ മനുഷ്യൻ പൊടിയാണെന്നും പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ടുവെന്നും പൊടിയിലേക്ക് മടങ്ങുമെന്നുള്ള അവബോധം ഉണ്ടാകണം. അതിനാൽ നാം വായിക്കുന്നത്: മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും എന്ന ആ ഒരു സന്ദേശം. ഉൽപ്പത്തി 2:7 നാം ഇപ്രകാരം കാണുന്നുണ്ട്: കേവലം പൊടിയായ മനുഷ്യന് ജീവനും ശക്തിയും തേജസ്സും സൗന്ദര്യവും കൈവന്നത് ദൈവം തൻ്റെ ശ്വാസം അവന് നൽകിയപ്പോഴത്രേ. യോന 3:1-10 വരെയുള്ള ഭാഗങ്ങളിൽ ചാക്കുവസ്ത്രം ധരിക്കുക, ശരീരത്തിൽ ചാരം പൂശുക, ഉപവസിക്കുക, ഇവയൊക്കെയാണ് പശ്ചാത്താപത്തിൻ്റെ ലക്ഷണങ്ങളായി പഴയ നിയമം കണക്കാക്കിയിരുന്നത്. എന്നാൽ കാലക്രമത്തിൽ ഇവയെല്ലാം ചൈതന്യം നശിച്ച് കേവലം ബാഹ്യമാത്രം അനുഷ്ഠാനങ്ങളായി അധഃപതിച്ചു. അതിനാൽ നമ്മുടെ നാഥനായ യേശുക്രിസ്തു ഈ ധാരണയെ തിരുത്തുകയും പശ്ചാത്താപത്തിൻ്റെ ആന്തരിക ഭാവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തു. സ്നേഹവും നീതിയും കാരുണ്യവും വിശ്വസ്തതയുമാണ് ഭക്തിയുടെയും പശ്ചാത്താപത്തിൻ്റെയും യഥാർത്ഥ അടയാളങ്ങളെന്നും ഇവയില്ലാത്ത ഭക്തി കപടനാട്യമാണെന്നും അവിടുന്ന് പഠിപ്പിച്ചു. മത്തായി 23:23 നാം ഇപ്രകാരം കാണുന്നുണ്ട്: കപടഭക്തരായ ശ്രോപ്യന്മാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ചീരയിലും ചതകുപ്പിയിലും ജീരകത്തിലും ദശാംശം കൊടുക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിലെ വിലയേറിയവ, ന്യായം, കരുണ, വിശ്വാസം എന്നിവ വിട്ടുകളയുകയും ചെയ്യുന്നു. അവയെ നിങ്ങൾ അനുഷ്ഠിക്കുകയും ഇവയെ വിട്ടുകളയാതിരിക്കുകയും അത്രേ ചെയ്യേണ്ടത്. വാസ്തവത്തിൽ പഴയ നിയമത്തിൽ തന്നെ ഈ ചിന്താധാര ഉണ്ടായിരുന്നു. സത്യവും നീതിയും വെടിഞ്ഞ് മതാനുഷ്ഠാനങ്ങളിൽ മാത്രം ഒഴുകിയവരോട് ആമോസ് പ്രവാചകൻ 5:24 പറയുന്നുണ്ട്: നീതി ജലം പോലെ ഒഴുകട്ടെ,
സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാൽ പോലെയും. യെശയ്യാ പ്രവാചകൻ ഇതിന്റെ വിശദമായ പ്രായോഗിക രൂപവും ജനത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. 58 അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വാതന്ത്ര്യരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞ് മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് എന്ന് യെശയ്യാ പ്രവാചകൻ അവിടെ ചോദിക്കുന്നു. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് എന്ന് യോയേൽ പ്രവാചകൻ ഉപദേശിച്ചതും ഇതുതന്നെയാണ്. ദൈവം എല്ലാവരെയും തുല്യരായല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ആരോഗ്യം, സൗന്ദര്യം, അറിവ്, കഴിവ്, സമ്പത്ത്, സ്വാധീനം ഇവയുടെയൊക്കെ കാര്യത്തിൽ മനുഷ്യരുടെ ഇടയിൽ കൂടുതലും കുറവുകളുമുണ്ട്. കൂടുതലുള്ളവർ കുറവുള്ളവരുമായി പങ്കുവെക്കുക എന്നതാണ് ദൈവിക പദ്ധതി. അതിനു പകരം കൂടുതലുള്ളവർ ആ സൗകര്യങ്ങൾ ഉപയോഗിച്ച് കുറവുള്ളവരെ പിന്നെയും ചൂഷണം ചെയ്ത് പീഡിപ്പിക്കുന്നത് മഹാതിന്മയാണ്. ദൈവം നമുക്ക് നൽകിയ ആയുസ്സും കഴിവും സ്വാധീനവും നാം ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് ഇടയാകണം. രാജാവ് സ്വന്തം അധികാരവും ശക്തിയും പദവിയും സ്വാധീനവും ഉപയോഗിച്ച് പ്രജകളെ സംരക്ഷിച്ച് പോറ്റേണ്ടതിന് പകരം അവരെ ചൂഷണം ചെയ്ത് നശിപ്പിച്ചത് ദൈവതിരുമുമ്പിൽ എത്ര വലിയ തിന്മയാണെന്നാണ് ആഹാബ് രാജാവിന്റെയും നാബോത്തിന്റെയും ഉദാഹരണം സമർത്ഥിക്കുന്നത്. 1 രാജാക്കന്മാർ അതിന്റെ 21 അധ്യായത്തിലാണ് ഇവ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പശ്ചാത്താപമെന്നാൽ സ്വാർത്ഥതയുടെ ഫലമായ ചൂഷണ മനോഭാവം വെടിഞ്ഞ് പങ്കുവെക്കലിന്റെ മനോഭാവം ഉൾക്കൊള്ളുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ളവരെ കാണുവാനും അവരുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് അവയെ പരിഹരിക്കുവാനും അവരോടൊപ്പം നിൽക്കുവാനും അവരെ ചേർത്ത് നിർത്തുവാനും ദൈവം തമ്പുരാൻ നാം ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ച് ഇന്നത്തെ ചെറിയ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കാ നീ ചെയ്തൊരു നന്മ